യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് ശരി. അപ്പോ അന്ന് താനും തന്റെ തന്തയും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാനല്ലോ. ഇവൾക്ക് ഇവളുടെ കള്ളക്കാമലിൽ നിന്നുണ്ടായ കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞല്ലോ. താനും തന്റെ അച്ഛനും കൂടെ ഈ മൂദേവി എന്നെ തലയെ കെട്ടി വെച്ചത്. അന്ന് ഇവളുടെ പേരിൽ ഇക്കണ്ട സ്വത്തൊക്കെ എഴുതി തരുമ്പോ ഇങ്ങനെ ഒരു അവകാശി പിന്നീട് ഉണ്ടെന്ന് താൻ ഒളിപ്പിച്ചു വെച്ചു അല്ലടോ. അരവിന്ദ, ഞാനൊന്ന് പറയട്ടെ. താനൊരു കോപം പറയണ്ടോ. ഇങ്ങനെ ഒരു മുട്ടാച്ചിറക്കിലേക്ക് എന്റെ തലയെ കെട്ടിവെച്ചതൊന്നും പോരാ. അവസാന കാലത്ത് എനിക്കും മക്കൾക്കും ഉപകാരമില്ലാത്ത സ്വത്ത് മുഴുവനും ആ പെണ്ണിന് എഴുതി വച്ചെങ്കിൽ അത് അവളും അനുഭവിക്കാൻ പോകുന്നില്ല. അരവിന്ദ, അങ്ങനെ കുട്ടിയില്ല. ഉണ്ടോ ഇല്ലയോന്ന് അങ്കിളല്ല അമ്മ പറയട്ടെ. അച്ഛനെ കെട്ടുന്നതിന് മുൻപ് അമ്മയ്ക്ക് വേറെ ആരായിട്ടായിരുന്നു റിലേഷൻ? നിങ്ങൾ പിഴച്ചു പ്രസവിച്ചു അല്ലേ? അഭിജിത്തെ, അവള് നിങ്ങളുടെ അമ്മയാണ്. അത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. അമ്മ എന്നത് പേരിൽ മാത്രം പോരാ, പെരുമാറ്റത്തിലും കാണിക്കണം. ആ രമേശിനും കൂടി അറിഞ്ഞില്ലേ അമ്മയുടെ പഴയകാല കാര്യങ്ങളൊക്കെ? ഇനി ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും ഞങ്ങൾക്കൊക്കെ? അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദമായിട്ട് ആരും വരാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് മുത്തശ്ശൻ ഇത് എഴുതി വെച്ചത്? സത്യം പറയടി, ഇപ്പോഴും നിനക്ക് അവനുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോന്ന്? അരവിന്ദ, അനാവശ്യം പറയും. അനാവശ്യം കാണിച്ചതേ തന്നെ പെങ്ങളാ, അല്ലാതെ ഞാനല്ല. കാര്യം ചോദിക്കും ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു നേരം രാത്രി വൈകി വരുമ്പോ എന്തൊരു ഉപദേശമായിരുന്നു നിങ്ങൾ കാണിച്ച വൃത്തികേട്. പക്ഷെ ഞാൻ കാണിക്കാൻ പോയിട്ടില്ല. വായടക്കടി. ഇവൾ ഒരു വൃത്തികേട് കാണിച്ചിട്ടില്ല. ഒരാളെ സ്നേഹിച്ചു, അവൻ അവളെ ചതിച്ചിട്ട് പോയി. അപ്പൊ ഞങ്ങൾ എന്ത് വേണമായിരുന്നു? ഞങ്ങൾ ഇവിടെ കൊന്നു കളയണമായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഈ നിൽക്കുന്ന മനുഷ്യൻ, നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഇവിടെ കെട്ടിയത്. എന്നിട്ട് കെട്ടിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് സമാധാനം കൊടുത്തിട്ടുണ്ട് ഇയാൾ ഇവക്ക്. വല്ലവന്റെ എച്ചിലെടുത്ത് ഞാൻ പൂജാമുറി വെച്ച് സൂക്ഷിക്കണമായിരിക്കും അല്ലേ? അച്ഛൻ ഇത്രയും കാലം ഇവരോട് ഇത്രയെങ്കിലും മാന്യമായിട്ട് പെരുമാറിയില്ലെന്ന് തോന്നല ഇപ്പൊ ഞങ്ങൾക്ക്. ഓഹോ, ഇപ്പോ നിന്റെ അച്ഛൻ അങ്ങ് വിശുദ്ധനായി അല്ലേ? എന്താ സംശയം? എന്തായാലും ഇങ്ങനൊരു നാണക്കേട് ഞങ്ങൾക്ക് അച്ഛനുണ്ടാക്കി തന്നിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഉണ്ടാകാനും പോകുന്നില്ല. പ്രായം ചെന്ന മക്കള് സ്വത്ത് കച്ചവടം ചെയ്യാൻ നോക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ആദ്യ കാമുകനിൽ ജനിച്ച മകള് അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നത് നാണക്കേടല്ലേ? അങ്ങനെ ഒരാൾ തേടി വരില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാനാടാ ആ കുഞ്ഞിനെ കൊന്നു കളയാൻ ഏൽപ്പിച്ചത്. അത് തന്നെയാടാ എന്റെ ഉറപ്പ്. മോളെ അഞ്ജന, മോളെ മോളെ അഞ്ജന, അതിലെ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് പോ. മോളെ 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 അഞ്ജന, മോളെ മോളെ അഞ്ജന, മോളെ മോളെ കണ്ണു തുറക്കും. മോളെ അഞ്ജന, മോളെ ഒന്ന് വേഗം വെള്ളം കൊണ്ടുപോ. മോളെ 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 കണ്ണു തുറക്കും. ഇവിടുത്താ മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ കണ്ണു തുറക്ക്. മോളെ എഴുന്നേക്ക്. പാവം, ചത്തതല്ല കൊന്നളഞ്ഞെന്ന് കേട്ടപ്പോഴേ ബോധം പോയി. പേടിച്ച് പെറ്റതും പോരാ, ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്ന് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എഴുന്നേക്ക്, അകത്തേക്ക് നടക്കാം. വാ, എഴുന്നേക്ക്. പതിയെ. മോളെ അറിയൊക്കെ എന്റെ കുഞ്ഞിനെ എന്താ ചെയ്തേ? പറ. താനതിനെ കൊന്നു കളഞ്ഞില്ലടോ
കരച്ചിലും നാടകമൊക്കെ കളിച്ച് ഈ വിഷയത്തിൽ നിന്ന് മാറാനും നോക്കണ്ട. ഇതെങ്ങനെ പരിഹരിക്കുന്ന ആദ്യം പറ. അതെ, ആ പെണ്ണിനെ നിങ്ങൾ കൊന്നു കളഞ്ഞെങ്കിൽ അങ്ങനെ ഒരാളില്ലെന്ന് തെളിയിക്കുന്ന രേഖയായിട്ട് നിങ്ങൾ വാ. അങ്ങനെ ഒരു പെണ്ണില്ലെന്ന് ആര് പറഞ്ഞു? ഇവൻ കൊള്ളമേ പറയൂ. ഇവൻ അവളെ കൊന്നെങ്കിൽ ഇവന്റെ തന്ത എങ്ങനെ അവളുടെ പേരിൽ എസ്റ്റേറ്റ് എഴുതി വെക്കും? അവൾ ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ ജീവനോടെ ഉണ്ടാവും. പ്രായപൂർത്തിയാവുമ്പോ എല്ലാ സ്വത്തും അവളുടെ പേരിലേക്ക് മാറ്റി സ്വന്തമാക്കാൻ വേണ്ടി ഇവൻ പറയുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും അനുഭവിപ്പിക്കരുതെന്നേ ഇവൻ വിചാരിച്ചിട്ടുള്ളൂ. അരവിന്ദ, ഇനി സംസാരിക്കാൻ നിൽക്കരുത്. നീയും നിന്റെ തന്തയും ആദ്യം ഇവിടെ എന്റെ തലയിൽ കെട്ടിവെച്ച് ചതിച്ചു. ഇപ്പൊ എന്റെ മക്കളെയും. അരവിന്ദ, എന്റെ പെങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ തനിക്കറിയാം. അവൾക്ക് അനുഭവിക്കാനുള്ള സ്വത്ത് മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? എന്നാ പിന്നെ നിന്റെ അച്ഛൻ എന്തിനാ ഈ പണി ഞങ്ങളോട് ചെയ്തെന്ന് ആദ്യം പോയി അന്വേഷിക്കുക. എന്നിട്ട് എല്ലാം ഞങ്ങളെ പറ്റി ശരിയാക്കിത്താ, എന്നിട്ട് സംസാരിക്കണ. അരവിന്ദ, അച്ഛൻ ഇങ്ങനൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്നാ പോയി അന്വേഷിച്ചിട്ട് പാടാ. അതുവരെ നിന്റെ ഈ പെങ്ങളെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവിടെ ഉപേക്ഷിക്കണോ അതോ ഇല്ലാതാക്കണോന്ന്. ഷോ കാണിക്കാതെ ആദ്യം ആധാരത്തിന്റെ കാര്യം പോയി നോക്കിയിട്ട് പാടോ, എന്നിട്ടാവാൻ ബാക്കി. ഹേമേന്ദ്ര, എന്തായി പോയിട്ട്? കൊല്ലാൻ കൊടുത്തു വിട്ടാനെ കണ്ടെത്തിയോ? ഹേമേന്ദ്ര, ഉത്തരം പറഞ്ഞിട്ട് പോ. എന്താ ഹേമേന്ദ്ര, ഇത്രയും കാലം പറഞ്ഞ നുണകളൊക്കെ പൊളിഞ്ഞപ്പോ ഇനി വേറെ എന്ത് നുണ പറയണമെന്ന് ആലോചിക്കുകയാണ്. എന്തായി ആധാരത്തിന്റെ കാര്യം? ആരുടെ സമ്മതപത്രം വേണമെന്നാ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുള്ളത്? വീഴ്ച നോക്കി നിൽക്കാതെ കാര്യം പറയാങ്ങളെ. ആ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? ഉണ്ട്. അവളുടെ പേരില അച്ഛൻ പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അലക്സച്ചനോട് ആ കുഞ്ഞിനെ വളർത്തണമെന്നും ഇല്ലാതാക്കരുതെന്നും പറഞ്ഞത് അച്ഛനാ. അച്ഛൻ 10 വയസ്സ് വരെ അവളെ വളർത്തി. പിന്നെ അവളെ എവിടെയോ കാണാതായി. ദ്രോഹി, മഹാപാപി, ഇതിനേക്കാൾ ഭേദം എന്നെ ജീവനോടെ കൊന്നു കുഴിച്ചു മൂടുന്നതല്ലേ? അഞ്ജന, എന്റെ കുഞ്ഞിനെ എന്നെ നകറ്റി കൊല്ലാൻ കൊണ്ടുപോയതാ നിങ്ങള്. നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. എന്താ സംഭവിച്ചേ? അഞ്ജന, പറ, പറയാൻ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തേ? അഞ്ജന, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ അതിനെ അലക്സച്ചനെ വളർത്തിയേ. അല്ല, നിങ്ങൾ നുണ പറയാ. നിങ്ങൾ അവളെ ഇല്ലാതാക്കിയത്. അല്ല, അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
വലിയ പോലീസ് ഓഫീസർ അല്ലേ? പറ, എന്റെ മകൾ എവിടെ? പറയാൻ. പിഴച്ചവളെ തെറ്റിട്ട് കൊല്ലം എത്ര കഴിച്ചിട്ടും നിനക്ക് ഇപ്പോഴും അവളെ വേണോ അല്ലടി? അരവിന്ദ അങ്ങോട്ട് മാറി നിൽക്കടാ. അത് എന്റെ മുന്നിൽ വെച്ച് എന്നെ കാണുന്നോ അല്ലടി? പിന്നെ ഞാൻ എന്തിനാടി ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്നേ? അവളെ തല്ലരുത്, കൊന്നുകളയാ. അയ്യോ, ഇനി അവളെ തൊട്ടുപോകരുത്. ഇനി തൊട്ടതില്ല ഞാൻ. എന്നാ അതിരിക്കുന്നു കാണൂടാ. പോടാ പറയുന്ന കേൾക്കൂ. തൊട്ടു പോരുത്. ഇവരെന്നെ തല്ലോ കൊല്ലോ ചെയ്തോട്ടെ, അത് ചോദ്യം ചെയ്യ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. നിങ്ങൾ എനിക്ക് കാണുക വേണ്ട. ഞാൻ ചത്താ പോലെ നിങ്ങൾ ഇനി ഇവിടെ വരരുത്. അഞ്ജന, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ. ഇനി ആ വാക്ക് പറഞ്ഞ ഞാനായിരിക്കും നിങ്ങളുടെ ദേഹത്തെ കൈവയ്ക്കുക. എന്റെ നന്മയ്ക്കല്ല, നിങ്ങളുടെ ദുരഭിമാനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തത്. ഇനി എന്റെ ക്ഷേമം അന്വേഷിക്കാൻ നിങ്ങൾ ഈ പടി കയറണ്ട, ഇറങ്ങി പൊക്കോണം. ഇങ്ങോട്ട് മാറി നിൽക്കണേ. ഇങ്ങോട്ടുള്ള പറഞ്ഞ് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. പോടാ. എന്റെ മോള്, ദൈവമേ. ഇയാളുടെ ഒരു ഫോട്ടോ പോലും ഇനി ഇവിടെ വേണ്ട. നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുക. ആ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം. ഹേമേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും അവളെ കണ്ടെത്താതിരിക്കില്ല. അയാളെ ഫോളോ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പവും. അവളെ കൊണ്ട് ആ പ്രമാണം ഓടിപ്പിച്ച് വാങ്ങണം, എന്നിട്ടങ്ങ് തട്ടിക്കളഞ്ഞേക്കണം. ചെറുപ്പത്തിലെ മുള്ളാൻ തീരുമാനിച്ചത് അവനല്ലേ? മുളയിൽ പറ്റാത്തത് മാരമായാലും ചെയ്തു തീർക്കണം.
എനിക്കൊരു ജീവൻ എടുക്കാൻ പണം തന്നു. സാറിന്റെ അച്ഛൻ ആ ജീവനെ വളർത്താൻ അതിനേക്കാളും പണം തന്നു. എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാക്കി ഞാൻ വളർത്തിയതാ സാറ്. ഞാൻ പിന്നെ തേടാനും കണ്ടെത്താനും ഒന്നും പോയില്ല. എവിടെയെങ്കിലും പോയി പെട്ടുപൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. ദുഷ്ട, ദ്രോഹി, മഹാപാപി, ഇതിനേക്കാൾ ഭേദം എന്നെ ജീവനോടെ കൊന്നു കുഴിച്ചു മൂടുന്നതല്ലേ? ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. നിങ്ങൾ എനിക്ക് കാണുക വേണ്ട. ഞാൻ ചത്താ പോലെ നിങ്ങൾ ഇനി ഇവിടെ വരരുത്. സർ, എന്താ ഉണ്ടായത്? രാത്രിയിലായിരുന്നു സംഭവം. ബീറ്റ് പോലീസാ റിപ്പോർട്ട് ചെയ്തത്. ആദ്യം ആളെ തിരിച്ചറിഞ്ഞില്ല. മുഖത്താകെ ചോരയായിരുന്നു. ഇവിടെ എത്തിച്ചതിന് ശേഷം സിറ്റി കമ്മീഷണറാണെന്ന് മനസ്സിലായത്. ആള് നന്നായി ഇൻട്രോസിക്കേറ്റഡ് ആയിരുന്നു. വണ്ടിയിൽ നിന്ന് ആംബുലൻസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മീഡിയ അറിഞ്ഞോ? ഇല്ല. സർ, സർ, ഈ മെഡിസിൻ ഒന്ന് കഴിക്കാം. അമ്മ നന്നായി തൊഴുന്നുണ്ടല്ലോ. ഏറെ നേരം കണ്ണടച്ചെന്ന് എന്താ പ്രാർത്ഥിച്ചേ? എന്റെ മക്കളുടെ നന്മയല്ലാതെ എന്താ എനിക്കിനി പ്രാർത്ഥിക്കാനുള്ളത്? അതുപോട്ടെ, എന്നാ നിങ്ങളുടെ യാത്ര? അത് ശരിയാണല്ലോ, കുറെ നാളായല്ലോ പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇനി എന്നത്തേക്കാ അത്? ആ, കുറെ മുമ്പ് പുറപ്പെടേണ്ടതായിരുന്നു. അപ്പോഴാ അച്ഛമ്മ കുറച്ചു ദിവസം ഞങ്ങൾ വീട്ടിൽ തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞത്. അന്ന് തന്നെ അച്ഛമ്മ പൊയ്ക്കോളാനും പറഞ്ഞതാ. അല്പം കൂടി കഴിയട്ടെ എന്ന് ഞാനാ പറഞ്ഞു. എന്നാ മക്കൾ ഇനിയും വൈകിക്കണ്ട, അതങ്ങ് നടക്കട്ടെ. ആ, നമുക്ക് ആലോചിക്കാം. അതെ, ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പല കാരണങ്ങളാൽ നീണ്ടുപോകും. അത് ശരിയാ അർജുൻ. അതെ, നിങ്ങളുടെ പ്ലാൻ ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത്. എല്ലാ സ്ഥലങ്ങളിലും റിസോർട്ടും മറ്റും ഞാൻ അറേഞ്ച് ചെയ്തോളാം. അയ്യോ അങ്ങള്, അതൊന്നും വേണ്ടെങ്കിലേ. അല്ല, അതെന്റെ ഉത്തരവാദിത്തമായിട്ട് കണ്ടാ മതി. ഒരു ഫേവറായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അതല്ല അങ്ങളെ, എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാ. ഇനി ഡേറ്റ് കൺഫേം ആക്കുക വേണ്ടു. ആയിക്കോട്ടെ, പക്ഷേ പേയ്മെന്റ് ഞാൻ അടച്ചോളാം. ദേ, ഒരു അച്ഛൻ എന്ന രീതിയില് നമുക്ക് രണ്ടുപേർക്കുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അച്ഛൻ കിട്ടുന്ന ആദ്യത്തെ അവസരമല്ലേ? എങ്കിൽ പിന്നെ അത് ഉപയോഗിക്കട്ടെ ചേട്ടാ. ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, കാറിലല്ലേ നിങ്ങൾ പോകുന്നേ? അതെ അങ്കിൾ, സൗത്ത് മുഴുവൻ കാറിൽ തന്നെ. പിന്നെ ഗോവയിൽ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോ ആ ഡേറ്റ് കൂടെ തന്നേക്ക്. ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തോളാം. ഈ അങ്കിളിന്റെ ഒരു കാര്യം. നമുക്കിറങ്ങാം. ശരി, നിങ്ങൾ നടക്ക്, ഞാനിപ്പോ വരാം. പോവാ. വാച്ചാ. എന്തായടാ പോയിട്ട്? നിന്റെ അമ്മാവൻ എവിടെയുണ്ട്? ആ, എനിക്കറിയില്ല എവിടെയാന്ന്.
നിന്റെ ചേച്ചി എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചോ? ചേച്ചിയോ? ആ, അച്ഛൻ വേറെയാണെങ്കിലും അമ്മയുടെ ആദ്യ കുഞ്ഞ് നമ്മുടെ ചേച്ചിയല്ലടാ. അല്ലേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അവനുണ്ടല്ലോ എന്റെ അമ്മയുടെ ആങ്ങള. അവൻ പോയി കണ്ട അലക്സ് അച്ചായനെ ആദ്യം കണ്ടുപിടിക്കാൻ നോക്ക്. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാളല്ലേ പറഞ്ഞത്? ഞാൻ അയാളെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ചെന്ന് ചോദിക്കണം നിന്റെ അമ്മയോട്. അവളുടെ തന്തയുടെ മനസാക്ഷി സൂക്ഷിപ്പാരനായിരുന്നില്ലേ? പോയി അന്വേഷിക്കാൻ പറ. ചോദിക്കണ താമസേ ഉള്ളൂ. എല്ലാം എന്നോട് വള്ളി പുള്ളി വിടാതെ അപ്പ പറഞ്ഞുതരും. ഇത്രയും കാലം ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി ആരോടും ഒന്നും പറയാതെ ജീവിച്ച ആ സ്ത്രീ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും പറയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ പോയെന്ന് ചോദിച്ചു നോക്കിയാലോ? അന്വേഷിച്ച് നോക്ക്. എന്തെങ്കിലും കിട്ടിയാ ഒന്ന് ഇവിടെ അറിയിച്ചാ മതി. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മയോട് ഇന്നലെ ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. ആ സമയത്തെ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടുമായിരുന്നു. അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് ഒരാളോട് ഇഷ്ടം തോന്നി. അത് എല്ലാ തരത്തിലും വളർന്നു. ആ ബന്ധത്തിൽ നിന്ന് അമ്മ ഗർഭിണിയായി. അത് ഒളിച്ചു വെച്ച് അമ്മ മറ്റൊരു വിവാഹം ചെയ്യായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് തങ്ങൾക്ക് അവകാശപ്പെട്ട അമ്മയുടെ സ്വത്ത് ഇപ്പൊ തങ്ങൾക്കാരുമല്ലാത്ത ആ പഴയ മകളുടെ അവകാശത്തിലും നിയന്ത്രണത്തിലുമാണെന്ന് അറിയുമ്പോ ആർക്കായാലും ദേഷ്യം വരില്ലേ അമ്മേ? അമ്മയോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഹേമചന്ദ്രൻ അമ്മാവനും ആ കുട്ടിയും കൂടി നമ്മളെ ചതിക്കുമായിരുന്നു എന്നാ അച്ഛൻ പറയുന്നത്. അതങ്ങനെ അല്ലാന്ന് വിശ്വസിക്കാനും നിർവാഹമില്ല. കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി അഭിജിത്ത് വെറുതെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ എല്ലാരും കൂടി അത് പറ. അവളെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണോ? അമ്മയ്ക്ക് അഭിജിത്തിന്റെ സ്വഭാവം അറിയാലോ. അങ്ങനെ ഒരു കുഞ്ഞ് അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ അത് അവർക്ക് പറ്റണമെന്നില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ, എന്റെ കൂടപ്പിറപ്പല്ലേ. നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരു ഘട്ടം കഴിഞ്ഞാ കുടുംബത്തിലെ ആണുങ്ങളെ അനുസരിക്കേണ്ടി വരും. ഇപ്പൊ പോലും അത് അങ്ങനെയാ. അപ്പൊ പിന്നെ അമ്മയുടെ കാലത്തെ കാര്യം പറയാനുണ്ടോ? ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ കണ്ടെത്തണോ അമ്മ? ജീവിച്ചിരിക്കുന്നുണ്ടാവൂന്ന് ഉറപ്പാ. അല്ലെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ ഒരു ക്ലോസ് ആധാരത്തിൽ വെക്കില്ലല്ലോ. ആ കുട്ടിയെ കണ്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമുക്ക് അവകാശപ്പെട്ടത് വാങ്ങിയെടുക്കുന്നതില് തെറ്റുണ്ടോ അമ്മേ? ആ എസ്റ്റേറ്റ് ഞങ്ങൾക്ക് 3 പേർക്കും അമ്മയ്ക്കും കൂടി 4ആയി ഭാഗിക്കാം. ഒരു ഭാഗം ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞ തൽക്കാലത്തെ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ അമ്മ? അല്ലെങ്കിൽ വാങ്ങിയ 10 ലക്ഷം തിരിച്ചു കൊടുക്കണം. അമ്മയ്ക്കറിയാലോ, അതിന് എന്റെ കയ്യിൽ ഒരു മാർഗവും ഇല്ല. അബിക്കും അച്ഛനും അതേക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ രമേശിനെ ഈ വീട്ടുമുറ്റത്തുനിന്ന് പോവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ കഥകളൊക്കെ അയാൾ നാട്ടുകാരോട് വിളിച്ചു പറയും. അത് തിരിച്ചു കൊടുക്കാൻ ഒരു നിർവാഹം ഇല്ലാതെ വന്ന ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കടം വീടുന്നത് വരെ ആ വഴി ഞാൻ സ്വീകരിക്കും. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മോളെ, അന്തസ്സോടെ ജീവിക്കാൻ പറ്റാത്തവർക്ക് അഭിമാനത്തോടെ മരിക്കാനും പറ്റില്ലല്ലോ അമ്മ. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. എന്താ വേണ്ടത്? നമുക്ക് ആ കുട്ടിയെ കണ്ടുപിടിക്കണം. അതിനാദ്യം അലക്സ് എന്ന് പറയുന്ന ആൾ എവിടെയാണെന്ന് അറിയണം. അയാളെ പറ്റി അറിയാവുന്നതെല്ലാം അമ്മ പറയണം. തീർത്തോ? എടാ, നിനക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുപ്പിയെങ്കിലും വാങ്ങിക്കണമെന്നൂടെ?
അലക്സ് എന്ന ആളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. പോയി ചെന്ന് കാണാൻ നോക്ക്. ഞാൻ എന്തിനു പോണം? വേണമെങ്കിൽ നീ ചെന്ന് അന്വേഷിച്ചാ മതി. എന്താ നിനക്ക് പണമൊന്നും വേണ്ടേ? ആ സ്ത്രീ പിഴച്ചു പറ്റവളുടെ കാല് പിടിച്ച് വാങ്ങുന്ന പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോഴോ എടാ കിഴങ്ങ, മനുഷ്യന്മാർക്ക് മാത്രമേ തൊട്ടുകൂടായ്മയുള്ളൂ, പണത്തിന് അതില്ല. നാണം കിട്ടും പണം നേടിയാൽ നാണക്കേടാ പണം തീർത്തോളും. അത് നീ കേട്ടിട്ടില്ലേ? നാണമില്ലാത്തവന്റെ പുറകിൽ ആല് മുളച്ച അതും അവനൊരു തണലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ, നീ ആ അലക്സ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അയാൾ അന്വേഷിച്ചിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല മോളെ. അയാൾക്ക് ആ പെണ്ണ് കൃത്യമായിട്ട് എവിടെ ഉണ്ടെന്ന് അറിയണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ അമ്മാനുണ്ടല്ലോ ഹേമേന്ദ്രൻ, അവന് കാഞ്ഞ ബുദ്ധിയ. ആ പെണ്ണ് എവിടെ ഉണ്ടെന്ന് ഇപ്പൊ അവന് മനസ്സിലായിക്കണം. അവനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. ഹേമനെ വിടാതെ പിന്തുടർന്നോ അവിടെ കയ്യിൽ തടഞ്ഞിരിക്കും, ഉറപ്പാ.